നമസ്കാരം. മലയാളത്തിൻ്റെ പ്രകാശമുള്ള എഴുത്തുകാരിൽ ഒരാളാണ് ടി പത്മനാഭൻ. പ്രകാശമുള്ള ഒരുപാട് രചനകൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രമുഖ സാഹിത്യകാരനാണ് അദ്ദേഹം തൻ്റെ ചെറുപ്പകാലത്തെ ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയിരുന്ന ഒരു ചെറുപ്പക്കാരനും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനങ്ങളിലും ആദർശ ധീരതയിലൊന്നും അമ്മയ്ക്ക് പരാതിയോ പരിഭവമോ ഉണ്ടായിരുന്നില്ല. പൊതുപ്രവർത്തനം നടത്തുന്നതിൽ ഒരു എതിർപ്പും അമ്മ പ്രകടിപ്പിച്ചു വരുന്നില്ല. അദ്ദേഹം പലപ്പോഴും രാത്രി വൈകിയൊക്കെ ഈ പൊതുപ്രവർത്തനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഒരു പറമ്പ് കടന്നു വേണം. ആ പറമ്പിൽ നിറയെ അന്നത്തെ കാലത്ത് സർപ്പശല്യം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആ സർപ്പശല്യമുള്ള ആ തൊടിയിലൂടെ നടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് വെളിച്ചം കിട്ടുവാനായിട്ടായി അദ്ദേഹത്തിൻ്റെ അമ്മ രാത്രിയിലൊരു വിളക്ക് വീടിൻ്റെ തിണ്ണയിൽ കത്തിച്ചു വെക്കുമായിരുന്നു. ആ സ്നേഹവിളക്കിൻ്റെ വെളിച്ചം ആ തൊടിയിലെങ്ങും പടർന്ന് അദ്ദേഹം സർപ്പങ്ങളെ ഭയക്കാതെ വീടിനുള്ളിൽ കയറുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം അമ്മ മരണപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം എഴുതുകയാണ്, എൻ്റെ വീടിൻ്റെ വിളക്ക് ഇന്ന് അണഞ്ഞു, ആ സ്നേഹവിളക്ക് അണഞ്ഞു, ആ സ്നേഹവിളക്ക് ഇനി നിത്യതയിൽ എന്നും തെളിയും. എങ്കിലും ആ അമ്മ കത്തിച്ചു വെച്ച വിളക്ക് എൻ്റെ ജീവിതത്തിൽ എന്നും പുതിയ പ്രകാശത്തെ പകർന്നുകൊണ്ടിരിക്കുമെന്ന് അദ്ദേഹം നമ്മളോട് സാഹിത്യത്തിലൂടെ പറയുകയാണ്. നിലവിളക്ക് കത്തിച്ചു വെച്ച അമ്മ ഇന്ന് എന്നോടൊപ്പമില്ല, പക്ഷേ അമ്മ പകർന്നു തന്ന വെളിച്ചം ഇന്ന് എന്നിലൂടെയും എൻ്റെ സാഹിത്യത്തിലൂടെയും അനേകർക്ക് പ്രകാശം പരത്തുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നുവെന്നാണ് അദ്ദേഹം എഴുതുന്നത്. എത്ര മനോഹരമായ ഒരു വാചകമാണ്. ടി പത്മനാഭൻ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥയ്ക്ക് കാരണമായ തൻ്റെ അനുഭവത്തെക്കുറിച്ച് എൻ്റെ കഥയുടെ നീലാകാശങ്ങൾ എന്ന പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മദ്രാസിൽ പഠിക്കാൻ പോയപ്പോൾ അദ്ദേഹം ആദ്യം എഴുതിയ കഥയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. അത് തൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയുള്ള ഒരു കഥയായിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ്. മദ്രാസിൽ പഠിക്കാൻ പോകുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ചിന്ത ആത്മഹത്യ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും തൻ്റെ ജീവിതം ഒന്ന് അവസാനിപ്പിക്കണമെന്നൊക്കെ ഒരു തോന്നൽ. പക്ഷേ അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, പിന്നീട് എത്രയൊക്കെ ആലോചിച്ചിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത തനിക്കുണ്ടായെന്നുള്ളത് തൻ്റെ എത്ര ആലോചിച്ചിട്ടും തനിക്ക് അതിനൊരു ഉത്തരം കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ടി പത്മനാഭൻ്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഒരു ജീവിതാനുഭവ കഥയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. കണ്ണൂരിലെ നാഷണൽ ടാക്കീസ് എന്ന തിയേറ്ററിൽ ടി പത്മനാഭൻ ഒരു ഹോളിവുഡ് സിനിമ കാണാൻ പോകുന്നുണ്ട്. തൻ്റെ മരണത്തിന് മുമ്പുള്ള കുറച്ച് സമയം ചെലവഴിക്കാൻ താല്പര്യപ്പെട്ടാണ് അദ്ദേഹം സിനിമാ തിയേറ്ററിൽ കയറുന്നത്. പ്രത്യേകിച്ച് സിനിമ കാണാനുള്ള താല്പര്യമൊന്നും ആയിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ എഴുതുന്നുണ്ട്. സിനിമ കണ്ട് തിരിച്ചു വന്ന് വിഷം കഴിച്ച് മഴിക്കുവാനാണ് അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് ഏറ്റവും പിറകിലുള്ള സീറ്റിൽ പോയാണ് ഇരുന്നത്. അപ്പോഴാണ് ഒരു പെൺകുട്ടി 2 കുട്ടികളെയും കൂട്ടി ഒരു മൂളിപ്പാട്ടും പാടി ആ തിയേറ്ററിനുള്ളിലേക്ക് കടന്നു വരുന്നതെന്ന് അദ്ദേഹം എഴുതുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, എൻ്റെ ദൈവമേ, ഇവരെൻ്റെ അടുക്കിലേക്ക് വരരുതേ. എൻ്റെ ഈ അവസാനത്തെ നിമിഷങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന സമാധാനം അവർക്കെടുത്തു. ഈ തിയേറ്ററിൽ വേണ്ടത്ര സ്ഥലമുണ്ട്, എവിടെയെങ്കിലും അവർ പോയി ഇരിക്കട്ടെ, ഇവിടെ മാത്രം വേണ്ട എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ദൈവം അയച്ചിട്ട് വന്ന മാലാഖമാരെ പോലെ ആ പെൺകുട്ടിയും ആ കുട്ടികളും അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരിക്കുകയാണ്. ഹോളിവുഡ് സിനിമയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹോളിവുഡ് സിനിമ ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പറയുന്നതൊന്നും ആ കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആ കുട്ടി അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ടി പത്മനാഭനെ തോണ്ടി വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല, ദയവ് ഇത് താങ്കൾ ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള ഇതിൻ്റെ മലയാളം ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് പറയുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ്. വീണ്ടും ആ പെൺകുട്ടി ടി പത്മനാഭനെ തോണ്ടിയിട്ട് പറയുകയാണ്, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ എനിക്കിത് മനസ്സിലാകുന്നില്ല, എനിക്ക് താങ്കൾ ഈ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു തരണം എന്ന് നിർബന്ധം പിടിക്കുകയാണ്. വിഷാദഭാവത്തിൽ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ടി പത്മനാഭൻ്റെ മനസ്സിലേക്ക് ആ പെൺകുട്ടിയുടെ ആ അഭ്യർത്ഥന ഒരു പുതിയ വെളിച്ചം വീശുകയായിരുന്നു.
മരിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് തന്നെ ജീവിതത്തോട് മടുപ്പ് തോന്നിയതുകൊണ്ട് തന്നെ മുഷിഞ്ഞൊരു വസ്ത്രവും ആ വസ്ത്രം തന്നെ കീറിയതും തന്നെ വളരെ അലസനായും മുടിയൊന്നും ചെയ്യാതെയും ഷേവ് ചെയ്യാതെയൊക്കെ ഇരിക്കുന്ന തന്നെ കണ്ടപ്പോൾ തനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുവാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് തർജ്ജിമ ചെയ്ത് കൊടുക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് ഈ 6ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി മനസ്സിലാക്കിയല്ലോ എന്നോർത്തപ്പോൾ അദ്ദേഹത്തോട് തന്നെ ഒരു ബഹുമാനവും അഭിമാനമൊക്കെ തോന്നിയെന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതുന്നത്. ആ പെൺകുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് തനിക്കുണ്ടല്ലോ എന്നുള്ളതും അദ്ദേഹത്തിന് വലിയ അഭിമാനബോധം ഉണ്ടാക്കിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ പെൺകുട്ടി അനുജൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് പത്മനാഭൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് നന്ദി പറയുകയാണ്. ആദ്യം വാക്കുകൾ കൊണ്ടും പിന്നീട് അനുഭവത്തിൻ്റെ മധുരം നൽകിയും ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് ആ പെൺകുട്ടി അറിയാതെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു സുന്ദരമായ കാഴ്ചയെന്നാണ് അദ്ദേഹം വിവരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തോട് അവർ പറയുകയാണ്, നന്ദി പറഞ്ഞ് പിരിയുമ്പോൾ ആ കുട്ടി ടി പത്മനാഭനോട് പറയുകയാണ്, ഇനിയും ഞാൻ സിനിമ കാണാൻ വരുമ്പോൾ താങ്കളും ഈ തിയേറ്ററിൽ ഉണ്ടാവണം, വീണ്ടും കാണണം എന്ന് വളരെ ആഗ്രഹത്തോടുകൂടി ആ പെൺകുട്ടി പറയുമ്പോൾ ടി പത്മനാഭന് തൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു പുതിയ കാഴ്ചപ്പാടും പുതിയ ബോധ്യവുമൊക്കെ ഉണ്ടാകുന്നുവെന്നാണ് അദ്ദേഹം എഴുതുന്നത്. എത്ര മനോഹരമായ സന്ദർഭമാണ്. ഞാൻ കാത്തിരിക്കും വീണ്ടും കാണണമെന്ന ആ പെൺകുട്ടിയുടെ വാക്ക് അന്ന് രാത്രിയിൽ ഈ സിനിമയ്ക്ക് ശേഷം ജീവിതം അവസാനിപ്പിക്കാനിരിക്കുന്ന ടി പത്മനാഭൻ്റെ ജീവിതത്തിൽ പുതിയ വെളിച്ചങ്ങൾ വീശുകയാണ്. അദ്ദേഹത്തിന് പുതിയ ചിന്തകൾ, ജീവിതത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുകയാണെന്നാണ് അദ്ദേഹം എഴുതുന്നത്. ആ പെൺകുട്ടിയും ആ അനിയന്മാരും അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ അദ്ദേഹത്തിനൊരു പുതിയ വെളിച്ചം നൽകിയിട്ടാണ് അവർ ആ ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നത്. അന്ന് രാത്രിയിൽ അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ച അദ്ദേഹത്തിന് അത് വേണ്ട എന്നുള്ളൊരു പുതിയ തോന്നൽ തോന്നുകയും ജീവിതത്തെക്കുറിച്ച് പുതിയ നിറങ്ങളും പുതിയ കാഴ്ചകളുമൊക്കെ അദ്ദേഹം സ്വപ്നം കാണാനും തീരുമാനിക്കുന്നുവെന്നാണ് അദ്ദേഹം പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന അദ്ദേഹം തൻ്റെ അനുഭവക്കുറിപ്പായി എഴുതി ചേർത്തിരിക്കുന്നത്. മരണചിന്ത വിട്ടൊഴിഞ്ഞ ടി പത്മനാഭൻ എൻ്റെ കഥകളുടെ നീലാകാശങ്ങൾ എന്ന പുസ്തകത്തിൽ പറയുകയാണ്, ആ പെൺകുട്ടിയുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും വാക്കുമാണ് എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അങ്ങനെ നമ്മുടെ വാക്കുകളും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ പെരുമാറ്റങ്ങളും മറ്റൊരു വ്യക്തിയെ, മറ്റൊരു ജീവിതത്തെ ലക്ഷ്യബോധമില്ലാതെ നടക്കുമ്പോഴും ഒരു ജീവിതത്തിനൊരർത്ഥമുണ്ടെന്ന് കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ വാക്കുകളും നമ്മുടെ ഇടപെടലുകളും കഴിയുന്നുണ്ടോ എന്നുള്ളതും ഈ കഥ നമ്മോട് സംവദിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ഒരു പെൺകുട്ടി മൂളിപ്പാട്ടും പാടി വന്ന ആ 6ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയാണ് ഇന്ന് മലയാളത്തിൽ ടി പത്മനാഭൻ എന്ന എഴുത്തുകാരനെ ഇന്നും നമുക്ക് സമ്മാനിച്ചത്. ഇത്ര വലിയൊരു സന്ദേശമാണ്. അങ്ങനെ ആ 6 വയസ്സുകാരിയുടെ മൂളിപ്പാട്ടും പാടി നടന്ന ആ തിയേറ്ററിലേക്ക് ഓടിക്കയറി വന്ന ആ പെൺകുട്ടിയെ പോലെ നമുക്കും ജീവിതം അവസാനിപ്പിക്കണമെന്നും ജീവിതം മടുത്തുവെന്നും ജീവിതം എന്തിനാണെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ മുന്നിൽ നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ 1-2 വാചകങ്ങൾ കൊണ്ടും വലിയ രീതിയിൽ സ്വാധീനിക്കാനും ആളുകളെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടിലേക്കൊക്കെ കൈപിടിച്ച് കൊണ്ടുവരുവാനൊക്കെ നമുക്ക് കഴിയുമെന്നുള്ളത് തെളിയിക്കുന്നൊരു കഥ കൂടിയാണ്, ഒരു അനുഭവ കഥയാണ്. തീർച്ചയായും പ്രകാശം പരത്തുവാൻ, ആളുകളുടെ ജീവിതത്തിൽ പുതിയ പ്രകാശത്തിൻ്റെ തിരുനാളങ്ങളെ പകരുവാൻ നമുക്ക് കഴിയട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന് പ്രത്യാശയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.